ഞാൻ വിളിച്ചാൽ ഇത്രയും എടുക്കാൻ അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന എനിക്ക് മനസ്സിലായി. കാരണം അനന്തു 29 പുള്ളപ്പ് എടുക്കുന്നു പറഞ്ഞിട്ടാണ് ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ വന്നത്. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ മസിൽ ഹെഡ് ഇവിടെ കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വരുന്നുണ്ട്. അപ്പോൾ ആളുടെ പുള്ളപ്പ് ചാലഞ്ചിന് പങ്കെടുക്കാനായിട്ട് പോകാന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ. അസിസ്റ്റന്റ് പുള്ളപ്പ് ഉണ്ടല്ലോ, സോ അതിലും വെയിറ്റ് കുറച്ച് ഞാനൊരു 30 AM ചെയ്തിട്ടാണ് പ്രാക്ടീസ് കൊണ്ടിരുന്നത്. പക്ഷേ കുഴപ്പം എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് പനി പിടിച്ചു. 18-ാം തീയതിയാണ് പ്രോഗ്രാം വരുന്നത്. പറ്റുവെച്ചാൽ നമ്മൾ അടിക്കും, മാക്സിമം നോക്കും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഒരു നെറ്റ്വർക്കിംഗ് ആണല്ലോ. പിന്നെ ഈ ചാലഞ്ച് പൊതുവെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. എങ്കിലും ഇന്നൊരു 3 സെറ്റ് വീട്ടിൽ നിന്ന് ഞാൻ ചെയ്തു. ഒരു 4-5 സെറ്റ് ഇവിടെ നിന്ന് ചെയ്തിട്ട് പോവാം, ഒരു 8 റെപ്സിൻ്റെ. മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവനാണ് എനിക്ക് ഇപ്രാവശ്യം പ്രോട്ടീൻ തന്നേണത്. അപ്പോൾ അവൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് ജിമ്മിൽ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനതിന് എടുത്തിട്ട് വന്നു. അപ്പോൾ അവൻ പോകുമ്പോൾ നീ കൊടുത്താൽ മതിയല്ലോ മേടിച്ച്. അപ്പോൾ നമുക്കിന്ന് വിൻ ചെയ്യുവാണെങ്കിൽ എന്തായാലും പ്രോട്ടീൻ കിട്ടും, അത് അവന് കൊടുക്കാം. അങ്ങനെ ആ കട അങ്ങ് തീരും. ഒന്നേ ക്രിയേറ്റിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ, ഇതിലേതിലും അടിച്ചിട്ട് ഞാൻ വരുള്ളൂ, അത് വേറെ കേസ്. ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇന്ന് 8 എണ്ണം എടുക്കുന്നുള്ളൂ. 8 എണ്ണത്തിൻ്റെ ഒരു 5 സെറ്റ് കൊണ്ട് ഇന്നത്തെ കൊണ്ട് തീർക്കും. പിന്നെ നാളെ കൂടി പ്രാക്ടീസ് ചെയ്യുള്ളൂ, പിന്നെ ചെയ്യില്ല. മിക്കവാറും എൻ്റെ ലാഡ്സ് ഭയങ്കര ഓപ്പൺ ആവുമായിരിക്കും അല്ലേ പുള്ളപ്പിടിച്ച്. ഞാനിപ്പോൾ പുള്ളപ്പ് ചലഞ്ച് നടക്കുന്ന സ്ഥലത്തെത്തി. അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. വന്നപ്പോൾ ഒരു ബ്രോനെ കണ്ടു. ഇവിടെ പേരെന്താ? ഋത്വിക്. ഓക്കെ. അപ്പോൾ ആളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എത്ര പുള്ളപ്പ് എടുക്കും? പ്രോട്ടീൻ കൊണ്ടുപോകും. 30 പോകണം. നോക്കാം. സോ ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട്, മസിലേറ്റുണ്ട്. ഞാൻ കാണിച്ചു തരാം പറയാനുള്ളത്. ഗൈസ്, അനന്തു 29 പുള്ളപ്പ് എടുക്കുന്നു പറഞ്ഞിട്ടാണ് ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ വന്നത്. നമുക്ക് 29 എടുക്കുമ്പം പ്രോട്ടീൻ പൗഡറും പൈസയും കൊടുക്കാം. പനിയാന്ന് പറഞ്ഞ് എന്നോട് 2-3 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പനിയാണ് ആൾക്ക്, പനിയും ജലദോഷം. ഇപ്പം വന്നിട്ട് പറഞ്ഞു കഫാണ്. നമുക്ക് നോക്കാം എത്ര പുള്ളപ്പ് എടുക്കാൻ പറ്റും നോക്കാം. പുള്ളപ്പ് ബാർ വരുന്നത് ഇപ്പോൾ ഒരു 2 പേര് അറ്റ് എ ടൈം ചെയ്യിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത്. അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ തൂങ്ങുന്നില്ല. ഇപ്പോൾ തൂങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ലാസ്റ്റ് റെപ്പ് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, കാരണം വന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഫാൻ്റൊക്കെ ഊരി ഞാൻ മറ്റേ 3/4 ഇട്ട് ആൾക്കാരെ കളിയാക്കി വരും. മറ്റേ പച്ചക്കോട്ടില്ലേ, പച്ചയും മഞ്ഞയുള്ള പരിപാടിയൊക്കെ. ഞാൻ ചെരുപ്പും കൂടാണ്ട് ഷൂസൊക്കെ ഊരിട്ടിട്ടൊക്കെ വന്നു. അതെടുക്കാം, ഞാൻ മറ്റേ ഇതിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. വേറെന്താ എനിക്ക് ആരെ ഫോളോ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ മേടിക്കത്തില്ല. എന്താണ് പരിപാടി? ആദ്യമായിട്ടല്ലേ നമ്മൾ എന്താത്രല്ല ആളെ അന്ന് കാണിച്ചു. അന്ന് നമ്മൾ അത്ര മിനിറ്റില്ല. ട്വിൻസാ അനില എല്ലാവർക്കും അറിയില്ല. അതെ ഒരേപോലെ ഇതില്ല. Powerful people make places powerful. തീർച്ചയായിട്ടും ഇതൊന്ന് കളയണം. തിങ്കളാഴ്ച മുതൽ ഷെഡിങ് സ്റ്റാർട്ട് ചെയ്യും. സൂപ്പർ. കളറുണ്ട്. നമ്മുടെ പരിപാടി ചെയ്യുന്നത് ബീച്ചിലും മറ്റുമാണ്. അപ്പം ബീച്ചിലുണ്ടാകുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്നും ആൾക്കാരെ കിട്ടും. പക്ഷേ ഇവിടെ എറണാകുളം വെക്കുമ്പം ഇവിടെ കൊല്ലത്തുനിന്നും കോട്ടയത്തുനിന്നും ആലപ്പുഴയിൽ നിന്നെല്ലാം വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എറണാകുളത്തെ ബീച്ച് അത്യാവശ്യം ഉള്ളോട്ടേക്കാണ്. അപ്പോൾ അത്രയും ഉള്ളോട്ടേക്ക് നിങ്ങൾ
അഖിൽ നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നമുക്കത് സെറ്റ് ചെയ്യാം. ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടും കോൺഫിഡൻസും തരുന്ന സ്പൈസ് ന്യൂട്രീഷനും ഞാൻ ഇവിടെ നന്ദി ചോദിക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് നമ്മുടെ പുള്ളപ്പ് ചാനലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 2 റൂൾ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഒന്നുമില്ല. കൈ കംപ്ലീറ്റ് സ്ട്രൈറ്റ് ആവണം, ചിന്ന ബാറിന്റെ മേലെ പോകണം. ഈ 2 റൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളെ ഓരോരുത്തരെയും സപ്പോർട്ടാണ്. കാരണം ഇവിടെ ഒരാൾ കയറുമ്പോൾ നിങ്ങൾ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർക്കൊരു 1-2 റെപ്പ് എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പറ്റുക. സോ അത് റിഫ്ലക്റ്റീവായിട്ട് നിങ്ങൾ കയറുമ്പം അവരും തരും. അപ്പോൾ ഇത്രയും ദൂരത്ത് വന്ന എല്ലാ ആൾക്കാർക്കും നന്ദി. നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. 2, 1, go. ചേർത്തല 19 തൊടുപുഴന്ന് വന്ന ഇടുക്കിന്ന് വന്ന അനന്തു ബ്രോ ഉണ്ട് ഇവിടെ. ഓ എനിക്കങ്ങനെയൊന്നുമില്ല. 2 ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, പനിയാണ്, വരാൻ പറ്റൂല്ലെന്ന് അറിയില്ല, മാക്സിമം നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയർ ചെയ്യാം. നമുക്ക് പനിയാണ്. തൊട്ടടുത്ത് ബ്രോ അടുത്ത നമ്പർ 19 ആണോടാ? 19 3, 2, 1 പോട്ടെ. അടി ഹാൻഡ് സ്റ്റാൻഡിന്റെ മേലെ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുള്ള പ്രാങ്ക ചെയ്യുന്ന എന്റെ മനം അടിപൊളി. ഇവിടെ നമ്മുടെ നോറയുണ്ട്, ആദർശുണ്ട്, ആദർശിന്റെ അനിയൻ ആകാശുണ്ട്. ഇത് തൊടുവയുള്ളൊരു ബ്രോയാണ്. One bada, 2 bada, 3 bada, 5, 6, 7, നല്ല റംസ അടിപൊളി പോട്ടെ. 10 കൂടി വാ. 1 പോട്ടെ, 2 പോട്ടെ, 3 പോട്ടെ, 4 പോട്ടെ, 5 പോട്ടെ, 6 പോട്ടെ, വാ. 1 കൂടി വാ. 7 പോട്ടെ, വാ പോട്ടെ. നീ ചെയ്തു ഞാൻ എണ്ണിക്കോളും. പോട്ടെ വാ. 2 കൂടി വാ. മാക്സിമം നീ പോട്ടെ വാ. നീ പോട്ടെ.
ഞാൻ ബ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ബ്ലോഗ് തൊട്ടുകൊണ്ട് ഞാൻ ഒരു ഹുക്കിലുണ്ടായിരുന്നു. 26 ക്രിയാൻ അല്ലെങ്കിൽ പ്രോട്ടീനെ കൊണ്ട് കഴിയുന്നുള്ളത്. എന്തായാലും അത് വെറുതെ ആയിട്ടില്ല. ശരിക്കും വേണ്ടി ഗ്രാൻഡ് കിട്ടിയല്ലേ? സന്തോഷം. ഞാൻ വരും. ഞാൻ പ്രോട്ടീനെ അടുത്ത പ്രാവശ്യം അടിപൊളി. സോ ഗൈസ്, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. അവര് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. സോ എല്ലാവരും മടുത്തിരിക്കുവാണ്. എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. ഇവർക്ക് 12 മണിക്കാണ് ബസ് ബുക്ക് ചെയ്തേക്കണേ. സോ അത് കഴിഞ്ഞിട്ട് അവരും പോവും, ഞങ്ങളും പോവും. അവരുടെ ഒടുക്കത്തെ തിരക്കാണ്, ഒടുക്കത്തെ തിരക്ക്. വെളിയിൽ എപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. സോ ഗൈസ്, നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ മസ്ലിറ്റിനെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ പരിപാടിയുടെ എക്സ്പീരിയൻസ് ആരോട് ചോദിക്കേണ്ട രീതിയല്ല, എന്നാലും നമ്മൾ ചോദിക്കുവാണ്. നമ്മളാണ് സത്യം പറയാൻ പറയേണ്ടത് എക്സ്പീരിയൻസ്. എന്നാലും ചോദിക്കുവാണ്. നമ്മൾ സാധാരണ കോഴിക്കോട് പബ്ലിക്കായിട്ടാണ് നമ്മൾ വന്ന് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ടർഫിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും മാറ്റം ഉണ്ടായത്. ഞാൻ വിളിച്ചാൽ ഇത്രയും എടുക്കാൻ അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന എനിക്ക് മനസ്സിലായി. കാരണം ബീച്ചെല്ലാം വെക്കുമ്പോൾ ഒരുപാട് അറിയാത്ത ആൾക്കാർ, അതിലോട്ട് പോകുന്ന അവിടെ പണിയെടുക്കുന്ന ആൾക്കാരും അതിലോട്ട് ആൾക്കാരും അവിടുത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബീച്ചിൽ കളിക്കാൻ വരുന്ന സാധാരണക്കാരാണ്. അവർ ജിമ്മിൽ പോയിട്ട് പുള്ളപ്പെടുക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ടോപ്പ് കാലിസ്റ്റനിക് അത്ലീറ്റ്സ് അടക്കം വന്നിട്ട് പരിപാടി കളറാക്കി തരുന്ന എനിക്ക് മനസ്സിലായി. കാരണം ടർഫിൽ അത്ര ആൾ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു 150 അടുത്ത് നമുക്ക് ടോക്കൺ പോയിട്ടുണ്ട്. അതിൽ കണ്ണൂരിൽ നിന്ന് വരാം, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ആലപ്പുഴ ജില്ല, കോട്ടയം, കൊല്ലം, മൂന്നാർ എല്ലായിടത്തും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇടുക്കി, തൊടുപുഴ, അപ്പോൾ അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. സോ പരിപാടി നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. സോ പരിപാടി നമുക്ക് കളറാണ്. മഴയുടെ അന്യായ മഴയായിരുന്നു. എനിക്ക് വർക്കുണ്ടായിരുന്നു. 1 മണി വരെയായിരുന്നു വർക്ക്. 1 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു. 1:30 ഇപ്പം ഞാൻ ഇറങ്ങി. ഇവനവിടെ കഴിഞ്ഞ് എൻ്റെ എല്ലാം പമ്പും പോയി, എൻ്റെ കോൺഫിഡൻസ് പോയി, എല്ലാം മാങ്ങാണ്ടി പോയി എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു. എന്നിട്ട് ഇപ്പം അവൻ മഴയുടെ കേസിൽ വലിയ കോൺഫിഡൻസ് അടിക്കുന്നത്. എന്നിട്ട് തന്നെ അല്ല അത് ഞാൻ എന്നിട്ട് പറഞ്ഞു, എടാ മഴയാണെങ്കിൽ എന്തായാലും നമ്മൾ ചെയ്യാൻ വന്നത് ചെയ്തിട്ട് പോവാ, അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. എന്തായാലും നമ്മൾ ഞാൻ വിചാരിച്ചില്ല ഇവൻ എന്നോട് ഒന്നും കൂടിയും തൂങ്ങിക്കോ, ഞാൻ ഇവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആൾക്കാർ അടിക്കുന്ന വളരെ റെയറാണ്. ബട്ട് സ്റ്റിൽ ആൾ ചെയ്തിട്ടുണ്ട്. 28 പുള്ള പഠിച്ചു. ഒരു റെപ്പ് ഷൈ ആയിരുന്നു, അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറും കാര്യം കിട്ടിയാണ്. ഒരെണ്ണം കൂടി കിട്ടിയത് കൊണ്ടുപോയിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും പരിപാടി മാക്സിമം 26 ജിമ്മിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് 26 എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നമ്മളെല്ലാം ക്ലീൻ റെപ്സ് ആയിരുന്നു. ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ജർക്കും കാര്യവും സ്ട്രഗിളും കാര്യവും എല്ലാം ഉണ്ടാവും. പക്ഷേ ചിന്നോവർത്ത ബാറും ആംസ് സ്ട്രൈറ്റും ആയിരുന്നു. നമ്മളത് മാത്രമേ നോക്കുന്നുള്ളൂ. അടിപൊളിയായിരുന്നു. എനിക്ക് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്തായാലും വരും. ഈ പ്രോട്ടീൻ ആണെങ്കിൽ ഞാൻ എടുക്കും. ഇനി എറണാകുളത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും വരും. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തതിൻ്റെ സ്പൈസ് ന്യൂട്രീഷൻ അവർ ഒരുപാട് പേർക്ക് ഇത്രയും എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ചലഞ്ചൊക്കെ വെച്ചിട്ടാണെങ്കിലും എടുക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ വരാറുണ്ട്. സോ വന്നിട്ട് അവർ പ്രോട്ടീൻ കൊണ്ടുപോകണമെങ്കിൽ അവർക്കൊരു ചിലവൊന്നുമില്ലല്ലോ. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോട്ടീൻസ് വരുന്നത്. സോ അങ്ങനെ അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിനോട് എനിക്ക് എന്താ പറയുക, സന്തോഷം. ഇവരെ കാണാൻ പറ്റി, നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ പറ്റി. വളരെ വളരെ സന്തോഷം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ എനിക്ക് കിട്ടിയത് ക്രിയാറ്റിനാട്ടോ. പിന്നെ ഒരു മസിലപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 10 അപ്പോൾ ആശാൻ എനിക്കൊരു ഷേക്കർ തന്നു. സോ ഇതാണ് സോറി അത് തന്നെ ബുള്ളി ന്യൂട്രീഷൻ. അപ്പോൾ ഒക്കെ അത്രേ ഉള്ളൂ. ശരിയാണ്. Bye bye. Ta-ta. Right.